ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. തുണിക്കവർ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് തുണിക്കവർ എടുത്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷനിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ചെറിയ ചതുരങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ചതുരത്തിന്മേൽ പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സൈസ് ഞാൻ ഇവിടെ പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക. സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഫ്ലവറിൻ്റെ സൈസും കൂടും, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഫ്ലവർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കമ്പിയാണ്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചുരുട്ടി കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്തപ്പം കിട്ടിയിട്ടുള്ള വേസ്റ്റ് പീസാണിത്, നീളത്തിലുള്ളൊരു പീസ്. അങ്ങനെ വേസ്റ്റ് പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നീളത്തിലൊരു പീസ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതുമ്മ ഇങ്ങനെ കമ്പി കവർ ചെയ്തിട്ട് അതുമ്മ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നൂല് വെച്ച് അതൊന്ന് കെട്ടി കൊടുക്കുകയാണ്. നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ പൂവ് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ചുറ്റും പെറ്റൽസ് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു പെറ്റൽ വെച്ച് എന്നിട്ട് അത് നൂല് കൊണ്ട് കെട്ടി കൊടുക്കുക. ഇങ്ങനെ പെറ്റിൽ കെട്ടിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണം. പിന്നെ 2 കെട്ടാണ് ഓരോ പെറ്റലും വെച്ചിട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ഓപ്പോസിറ്റ് വേറൊരു പെറ്റൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഐഡിയ അനുസരിച്ചിട്ട് ഒഴിവുള്ള ഭാഗം കവർ ചെയ്ത് പെറ്റൽ വെച്ചുകൊണ്ട് വരിക. ഇങ്ങനെ 7 പീസസാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി വിടർന്ന ഫ്ലവർ വേണമെങ്കിൽ കുറച്ചുകൂടി അധികം പെറ്റൽ വെച്ച് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഫ്ലവർ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഫ്ലവർ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് കെട്ടിട്ടിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ തുണിക്കവർ വെച്ചിട്ടുള്ള ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ഫ്ലവർ അല്ലേ. ഇനി നമുക്കൊരു ലീഫ് വേണം. അതിന് വേണ്ടിയിട്ട് തുണിക്കവറുമ്പോൾ തന്നെ ലീഫിൻ്റെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമേ പച്ച നിറത്തിലുള്ള അക്രിലിക് പെയിൻറ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ളൊരു ലീഫ് ഇനി നമ്മൾ കമ്പിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ആ കമ്പി കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോറൽ ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ തന്നെ കമ്പി ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് കമ്പി കവർ ചെയ്ത് ചുറ്റിച്ചു കൊടുക്കുക.
കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ ചെറുതായിട്ട് വിടർന്ന പോലുള്ള ഒരു പൂമുട്ടും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന പോലെ നടുവിൽ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ പീസ് സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സും മുട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണിത്. അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് പെയിൻറ് കൊടുത്തിട്ട് അറ്റത്ത് ഒരു ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടാണ് വെയ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് ഇട്ടിട്ടുള്ളത് ഫ്ലവർ. അപ്പം ഇങ്ങനെ ഫ്ലവറും മുട്ടും എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.